നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെ ബൈക്ക് റൈഡ് ചെയ്തിട്ടുണ്ടോ? എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ സത്യമംഗൽ കാടുകളിൻ്റെ ഉള്ളിൽ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെ നമ്മളൊരു ബൈക്ക് റൈഡ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീരപ്പൻ പണ്ട് കാലങ്ങളിൽ ചന്ദനമരവും ആനക്കൊമ്പും ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തിരുന്ന ഒരു റോട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വീരപ്പൻ പണ്ട് കാലങ്ങളിൽ കാട്ടിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുമ്പോൾ വീരപ്പനെ തേടിപ്പോയിരുന്ന ഒരു കൊടും കാട്ടുപാതയുണ്ടോ ഈ കാണുന്ന റോഡുകളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടും ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. സത്യമംഗലം ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷേ ഈ റൂട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇതുവരെ ചെയ്യാനും നിൽക്കണ്ട കേട്ടോ. പണ്ടാരടങ്ങാം ഈ റോട്ടിൽ കൂടെ പോയിട്ട് നമ്പർ പ്ലേറ്റ് പൊട്ടിച്ചാടി. ഇതൊക്കെ ആന വരുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ വണ്ടി ഉണ്ടോ? ഇങ്ങനെ വേണം കേട്ടോ ഇനി കൊണ്ടുപോകാൻ. ഇവിടെ കടുവ ആന വരുമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതാണ് അവസ്ഥ. അവിടെ കേറി കിട്ടുമ്പോഴേക്കും ഭയങ്കര ഫോറസ്റ്റ് ആട്ടോ. ഇതൊക്കെ വെള്ളം വരുന്ന വഴിയാണേ. ഒക്കെ ഒന്നുണ്ടായിരുന്ന കുഞ്ഞിനേരം നിക്കൂടാ. അതുകൊണ്ട് ആന വന്നിവിടെ വെള്ളം കുടിച്ച് പോയിട്ടുണ്ട്. അവിടെ ഉണ്ടാവും നല്ല അഡ്വഞ്ചർ എന്ന് പറഞ്ഞാലേ ഇതാണ് അഡ്വഞ്ചർ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൻ മല്ലു ട്രക്കർ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, വീരപ്പൻ്റെ ഗോപിനത്തം എന്ന് പറയുന്ന വില്ലേജ് കഴിഞ്ഞ് ഹൊക്കേനിക്കൽ ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കർണാടകയിലാണ് ഉള്ളത്. ഇനി പോകുന്നതാണ് ദ റിയൽ അഡ്വഞ്ചർ കേട്ടോ. സംഗതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള പാതകളിലൂടെയാണ് ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയേണ്ടത്, ഇതുവരെ ഈ റൂട്ടിൽ ആരും വീഡിയോ ചെയ്തിട്ടില്ല. നമ്മളാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. എൻ്റെ ചാനലിനെ സംബന്ധിച്ചോളം നമ്മൾ ഇതുവരെ കാണാത്ത സംഭവങ്ങളാണ് കൂടുതലും കാണിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എത്തിപ്പെടേണ്ട സ്ഥലത്തേക്ക് അത് എത്തിപ്പെടുന്നില്ല, അതാണ് ഒരു പ്രശ്നം. പക്ഷേ കുഴപ്പമില്ല, പരമാവധി എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കണം. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കാണാത്തൊരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് വീരപ്പൻ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അടർന്ന കാട്ടിലൂടെ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ചെറിയ ഒരു നടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു ബൈക്ക് പോകുന്ന ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അതിലൂടെ ഞാനും എൻ്റെ സുഹൃത്തും നമ്മുടെ വണ്ടി എടുത്തിട്ട് പോവാണ് കേട്ടോ. ഭയങ്കര അഡ്വഞ്ചറാണ്. ആനക്കാടാണ്, കടുവയും പുലിയും വരുന്ന കാടാണ് കേട്ടോ. ഭയങ്കര റിസ്ക്കാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഏതായാലും ഇത്ര ദൂരം വന്നല്ലോ, ഇനി അതും കൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതുവരെ അതും ചെയ്തിട്ടില്ല. അതാണ് നമ്മുടെ ഈ ബൈക്ക് ഉണ്ടല്ലോ, ഈ ബൈക്ക് ഒരു പുഴ കടന്ന് അക്കരയ്ക്ക് കൊണ്ടുപോകണം. അതെങ്ങനെ കൊണ്ടുപോകുന്ന അറിയാം. ഇവിടെ കാണുന്ന പരിസലില്ലേ, പരിസൽ പറയുന്ന ചെറിയ തോണി ഉണ്ടല്ലോ തുഴഞ്ഞു പോകുന്നത്. അപ്പോൾ അതിലേക്ക് ബൈക്ക് കയറ്റി വെച്ചിട്ട് വേണം ആ കാട്ടിലേക്ക് എൻ്റർ ചെയ്യാം. എന്നിട്ട് വേണം ആ കാട്ടിലൂടെ യാത്ര ചെയ്യാൻ കേട്ടോ. ഭയങ്കര 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 അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. എന്നാൽ നമുക്ക് പോകാം. ശരിക്കും ഈ വീരപ്പൻ്റെ കാട്ടിലൂടെ ആദ്യം യാത്ര ചെയ്തപ്പോഴാണ് എനിക്ക് ഒരുപാട് സംഭവങ്ങൾ മനസ്സിലായത് കേട്ടോ. ഒരുപാട് കഥകളും വെബ് സീരീസും സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിൽ വന്ന് കാണുന്ന ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒരുപാട് പേര് എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീരപ്പൻ ഇല്ലാത്ത കാട്ടിൽ എന്തിനാ പേടി എന്നുള്ളത്. അതിവിടെ വന്നാലേ അറിയുള്ളൂ എന്തിനാ പേടി എന്നുള്ളത്. മെയിൻ ഒരു കാര്യം എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ, പേടിയുള്ളത് എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളാണ്. കാരണം ഇവിടുത്തെ വന്യമൃഗങ്ങളൊന്നും മനുഷ്യർ തീരെ കണ്ട് എക്സ്പീരിയൻസ്ഡ് ഇല്ലാത്ത മൃഗങ്ങളാണ്. അപ്പോൾ ആളുകളെ കാണുമ്പോൾ അപ്പം തന്നെ അറ്റാക്ക് ചെയ്യട്ടോ. കൂടുതലും ഇവിടെ പറയാൻ പോയ ഒരു 34 ആൾക്കാരെ കൊന്ന ഒരു ആന ഇപ്പോഴും ഇതിലൂടെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ആയിരുന്നു പേടി. അത് ഇവിടെ വന്ന് കണ്ടാലേ അറിയുള്ളൂ. അപ്പോൾ ചോദിക്കും വേറെ കുറച്ച് സുഹൃത്ത്, നിനക്കെന്തിനാ ഇപ്പോൾ ഈ ആവശ്യമില്ലാത്ത പണി എന്നുള്ളത്. നമ്മുടെ ഇന്നും ഇന്നലെ ഒന്നല്ല, ഒരുപാട് കാലങ്ങളായി നമ്മുടെ വൈൽഡ് ലൈഫ് ചെയ്യുന്നതും കാട്ടിലൂടെ യാത്ര ചെയ്യുന്നതും ട്രൈബൽസ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. മേ ബി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് അങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ കയറി നോക്കി നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. ഞാൻ ഇപ്പോൾ പോകുന്നത് നമ്മുടെ കാവേരി റിവർ ഉണ്ടല്ലോ, കർണാടക തമിഴ്നാട് അതിർത്തി വരുന്നത്. ഇപ്പോൾ ഉള്ളത് ഞാൻ കർണാടകയിലാണ്. ഇനി പോകുന്നത് തമിഴ്നാട്ടിലോട്ടാണ്. എന്നിട്ട് വീണ്ടും കർണാടകയിലോട്ട് തന്നെ വരും, വീണ്ടും തമിഴ്നാട്ടിൽ പോകും കേട്ടോ. സംഗതി ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കാട് എങ്ങനെയാണ്, ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെ പോയി വരുന്നത് എന്നുള്ളത്. പിന്നെ ഇവിടെ കൂടുതൽ അന്വേഷിച്ചാണ് പോകുന്നത് കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് വൈൽഡ് ആനിമൽസിൻ്റെ ആക്ടിവിറ്റി വളരെ ഇല്ലാത്തത് വെച്ചാൽ, ഉച്ച നേരമായി ഞങ്ങൾ കറങ്ങാൻ തുടങ്ങിയിട്ട്.
അതുകൊണ്ട് തന്നെ ആനയോ പുലിയോ കടുവയോ ഒന്നും വല്ലാതെ കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 4 ആഴ്ച മുൻപ് ഇവിടെ കടുവനെ കണ്ടായിരുന്നു. അത്ര ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു 4 ആഴ്ച മുമ്പ് ഇവിടെ കടുവനെ കണ്ടു എന്നാട്ടെ ഇവിടുത്തെ ഒരു ഏട്ടൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. വീരപ്പൻ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അക്കരയ്ക്കും ഇക്കരയ്ക്കും എങ്ങനെ പോയി വരുമെന്ന് ചോദിച്ചാൽ ആളുകളില്ലാത്ത നേരത്ത് ഈ പരസിൽ കയറി, ഈ പരസിൽ എന്ന് പറയുമ്പോൾ ചെറിയ തോണി ഉണ്ടല്ലോ, അതിൽ കയറിയിട്ടാണ് അക്കരയ്ക്കും ഇക്കരയ്ക്കും പോയി വരാറ് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ആ പരസിൽ നമ്മളുടെ വണ്ടി കയറ്റിയിട്ട് ഇക്കര നിന്നിട്ടും അക്കരെ പോകാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര അഡ്വഞ്ചർ ആയിരിക്കും എന്നുള്ളത്. ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ പോവാൻ. ഇത് കണ്ടില്ലേ, ആര്യനടാ അപ്പടി പോറ. ഞാൻ റിവർ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ തോണിയിൽ വേണം കയറി പോകാൻ കേട്ടോ. ഇച്ചിരി റിസ്ക്കാണ്, ഈ ചേരൽ കൂടെ ഓടിക്കുന്ന തന്നെ ഭയങ്കര റിസ്ക്കാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2026 കേട്ടോ ഫ്രണ്ട്സ്, പഴയ കാലങ്ങളൊന്നുമല്ല. ഇന്നും ഈ കാലത്തും ഓരോരോ ചെറിയ ചെറിയ ഗ്രാമങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് പോയി വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ യാത്ര ചെയ്തിട്ട് വേണം പോകാം. പരസൽ വണ്ടി കയറ്റിയിട്ടും അക്കരയ്ക്കും ഇക്കരയ്ക്കൊക്കെ പോയി വരണം കേട്ടോ. 1000 കിലോമീറ്ററോളം പടർന്ന് വിരിഞ്ഞ് നിൽക്കുന്ന ഈ കാട്ടിൽ ഒരുപാട് വില്ലേജ് ഉണ്ട്, ഒരുപാട് ട്രൈബൽസ് വില്ലേജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടേക്കൊക്കെ പോയി വരുന്ന രീതി ഇപ്പോഴും ഇങ്ങനെയാണ്. അടച്ചോനെ, അടുത്ത വണ്ടി ഇന്നും ഇന്നത്തെ കാലത്ത് ഇവിടെ ഇങ്ങനെ കേട്ടോ യാത്രകൾ നടക്കുന്നു. വണ്ടികളൊക്കെ ഒരുപാട് ടെക്നോളജി ഉള്ള വണ്ടികൾ വന്നു, പക്ഷെ എന്നാലും യാത്ര ചെയ്യുന്ന റോഡുകളൊന്നും ഇങ്ങനെയാണ്. കാര്യങ്ങളാണ് ഇതണ്ടില്ലേ ഇങ്ങനെയാട്ടോ പോണത്, ഇങ്ങനെയാട്ടോ പോകേണ്ടത്. ഇവിടെ கொஞ்ச வச்சு குட்டிடணுமா, அந்த பாலாகப்பட்டது போய் எல்லாம் அந்த புழு எல்லாம் அவுட்டாமா. அப்படி பண்ணலாம், முழுங்க கூடாதுன்னு சார். அந்த பாலத்தலை போட்டு அப்படியே கொழுந்து ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടത് போட்டு மென்னு அப்படியே கொஞ்ச நேரம் வச்சிருந்து அப்படியே கொப்பிடிச்சிட்டு நல்லா சுடு வாய்க்கு எல்லாம் பவர் அந்த உள்ள அந்த ஃபுல் அந்த உள்ளுக்கு அந்த எனர்ஜி எல்லாம் போட்டு അങ്ങനെ അടിപൊളിയായി. അങ്ങനെ വാய்க்கு எல்லாம் பவர் இருக்குது, பவுத்துல அந்த பவர் இல்ல. பவருக்கு ரெண்டு பேரும் வாய் காவாய் எல்லாரும் நல்லா தண்ணி இதோட அதிகமா வரும்னா தண்ணி மழை காலத்துல தண்ணி இருந்திருக்கணும் கரெக்டா. மழை இல்லாதனால தான் இல்லைங்க. அடுத்த மாசம் கன்ஃபார்ம் வரும். அடுத்த மாசம் கண்டிப்பா வரும். ഇത്ര അഡ്വഞ്ചർ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത് ഭയങ്കര രസമാണ് ശരിക്കും. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് നേരെ അല്ല കേട്ടോ പോകുന്നത്. നടുവിൽ കുറച്ചുകൂടി ഇങ്ങനെ തൊഴഞ്ഞ് കൊണ്ടുപോയിട്ട് വേറൊരു സൈഡിലാണ് ഇറക്കി വിടുന്നത് കേട്ടോ. നേരെ ഇവിടുന്ന് തുടങ്ങിയാൽ അക്കരയ്ക്ക് കൊണ്ടുപോയി വിടുന്നതല്ല, നടുക്ക് കൂടെ കുറച്ച് നേരം യാത്ര ചെയ്യാണ്. കാരണം കുറേ പാറകളും മണ്ണുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കനം കൊണ്ട് എവിടെയെങ്കിലും തട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ നടുവിൽ ആളുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പരിസരത്തിൽ ഇങ്ങനെ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നത്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നേ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. ഞാൻ ഇവിടെ കണ്ട വേറൊരു കാഴ്ച അതും കൂടെ എടുത്ത് പറയണം. വീരപ്പൻ്റെ കാലഘട്ടങ്ങളിൽ വീരപ്പൻ്റെ ടീമിലുള്ളവർക്കൊക്കെ എല്ലാവരും എല്ലാം പണിയെടുക്കണം എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ. സംഗതി എന്താണെന്ന് അറിയാം, ഈ പരിസരത്തിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നില്ല. ഇവരൊക്കെ ഒരു ടീമായിരിക്കും, ചിലപ്പോൾ ഓണേഴ്സൊക്കെ ആയിരിക്കും. പക്ഷേ ഈ നാട്ടുകാർ വരെ ഇടയ്ക്കിടയ്ക്ക് ഇവർ തുഴഞ്ഞു കൊടുക്കാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും എല്ലാ പണിയും എടുക്കാം എന്നുള്ള ഒരു സിസ്റ്റമാണ്. സംഗതി സ്ത്രീകൾ വരെ കേട്ടോ, സ്ത്രീകൾ വരെ ഒരു കരയിൽ നിന്ന് ഒരു കരയ്ക്ക് എത്തുമ്പോൾ ഈ പരിസൽ അവിടെ നിർത്തും. എന്നിട്ട് ആ ബൈക്ക് അതിൽ നിന്ന് പുറത്തിറക്കണ്ടേ. അപ്പോൾ ഈ പരിസൽ വെള്ളത്തിലൂടെ ഇങ്ങനെ മെല്ലെ നീങ്ങുമായിരിക്കുമല്ലോ. അപ്പോൾ സ്ത്രീകൾ എന്താ ചെയ്യാന്നറിയോ, നാലോടത്തും പിടിച്ചിങ്ങനെ നിൽക്കും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പണിയെടുക്കാം എന്നുള്ളൊരു സിസ്റ്റമാണ്. ഞാനാണ് ഓണർ എന്നുള്ള അങ്ങനെയല്ല, അതായിരുന്നു നമ്മുടെ വീരപ്പൻ്റെ ഗ്യാങ്ങിലും. ഇവിടെ ആരും ഓണറല്ല, എല്ലാവർക്കും എല്ലാ പണിയും ചെയ്യാം എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു കേട്ടോ അന്ന്.
ഇതാണ് അവസ്ഥ. അവിടെ കേറി കിട്ടുമ്പോഴേക്കും ഇനിയാണ് റിയൽ അഡ്വഞ്ചർ എന്ന് പറയുന്നത് കേട്ടോ. സംഗതി ഇപ്പം ഉള്ളത് കർണാടകയിലാണ്. ഇനി പോകുന്നത് സത്യമംഗലം തമിഴ്നാട്ടിലോട്ടാണ്. അത് ഇടക്ക് തമിഴ്നാട് വരും, ഇടക്ക് കർണാടക വരും. പക്ഷെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. പാർസൽ യാത്ര കണ്ടില്ല നിങ്ങൾ? അവിടെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ എൻ്റർ ചെയ്യിക്കുന്നത് തമിഴ്നാട്ടിലോട്ടാണ്. വീരപ്പൻ ഒരു കാലത്ത് ചന്ദനമരമും ആനക്കൊമ്പും വളരെ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസും പിന്നെ കുറേ പേര് വെടിവെച്ച് കൊന്ന സ്ഥലം, അങ്ങനെയുള്ള ഒരു സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. രാമപുരം എന്ന് കേട്ടാൽ തന്നെ ഒരുപാട് പേർക്ക് അറിയാലേ. രാമപുരം ഒരു പോലീസ് സ്റ്റേഷൻ മൊത്തം തകർത്തിട്ടുണ്ടായിരുന്നു ആര്, വീരപ്പൻ. അപ്പോൾ രാമപുരത്ത് നിന്ന് മാക്കമ്പാളയം പോകുന്ന കാട്ടുവഴിയിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. കടുവയും ആനയും പുലിയും കരടിയും എല്ലാം വരുന്ന ഒരു കാട്ടിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. സത്യമംഗലം ടൈഗർ റിസർവിലൂടെയാണ് കേട്ടോ. അതും കൂടെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. എടാ, അപ്പോൾ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ യെസ്, യാത്ര ചെയ്യാൻ പറ്റും. നമുക്കല്ല, വേറെ കുറച്ച് ആൾക്കാർക്ക്. യെസ്, ഈ കാട്ടിലും ഇന്നും കാണിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് പോന്നു. ആ കാണിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രൈബൽസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ്. അപ്പോൾ അവർ മാത്രമേ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പോയെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് അറിയുന്ന ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്. ആള് ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലൂടെ. പക്ഷെ അല്ലാതെ ഒരു പബ്ലിക് ഇങ്ങനെ പോകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. വീരപ്പൻ എന്തുകൊണ്ടാണ് ഈ ഭാഗത്തിലൂടെ അധികം ആക്റ്റീവായി ഉണ്ടായിരുന്നുള്ളത് ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് കേട്ടോ. അതൊക്കെ വരുന്ന വിഷ്വൽസിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എൻ്റെ പൊന്നു ഗായ്സ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ യാത്രയിൽ എനിക്ക് കിട്ടിയത്. ഒരു മലയുടെ മുകളിൽ 100 കിലോമീറ്ററാണ് ഞങ്ങൾ കാട്ടിലൂടെ തന്നെ യാത്ര ചെയ്യുന്നത്. അടിവാരത്തല്ല കേട്ടോ, മലയുടെ മുകളിൽ 100 കിലോമീറ്റർ കാട്ടുവഴിയിൽ. അതൊക്കെ വരുന്ന വിഷ്വൽസിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു പാതയാണ് അതൊക്കെ. ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് ഇറങ്ങി കാണിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ നിൽക്കുന്ന ഓരോരോ നിമിഷം ഡേഞ്ചറാണ്. സത്യമംഗലം ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷേ ഈ റൂട്ട് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇതുവരെ ചെയ്യാനും നിൽക്കണ്ട കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ഇത്തവണ കൂടി പറഞ്ഞു തരാം. ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ നോക്കട്ടെ കേട്ടോ, പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ. എന്തൊക്കെ സൗണ്ട് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പോവുകയാണ്. ശരിക്കും ഈ വഴി എന്ന് പറയുന്നത് ഒരു മലയവാസി ഗ്രാമത്തിൽ നിന്ന് വേറൊരു മലയവാസി ഗ്രാമത്തേക്ക് പോകുന്ന കാട്ടുവഴിയാണ് കേട്ടോ. ഇതിലൂടെയാണ് സ്ഥിരമായിട്ട് ഈ മലയിൽ ജീവിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത്. ആ പാതയിലൂടെയാണ് നമ്മളും യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, നേരെ മുന്നിലുണ്ടോ കുറച്ച് സെറ്റിൽമെൻറ്റ് കാണുന്നത്. അവിടെ കുറച്ച് നല്ല വീടുകളൊക്കെ ഉണ്ട്. എടുത്തു പോയി കാണിക്കാൻ പറ്റില്ല കേട്ടോ, ദൂരത്തു നിന്ന് തന്നെ കാണിച്ചു തരാണ്. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റിലുള്ള ആളുകളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഈ രണ്ട് സൈഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ മലയവാസി മക്കൾ തന്നെയാണ് പറയുക. ഇനി ഒരു 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടുത്ത സെറ്റിൽമെൻറ്റ് എത്തും. അങ്ങനെ 100-110 കിലോമീറ്റർ വരെ ഞങ്ങൾ കാട്ടിലൂടെ തന്നെ മലയുടെ മുകളിൽ തന്നെ യാത്ര ചെയ്തതാണ് ഇന്നത്തെ ഹൈലൈറ്റ് കേട്ടോ. ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രയെന്ന് വെറുതെ പറയല്ല, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് റാവായിട്ടുള്ള കാട്ടിലൂടെ, അതായത് കടുവകൾ നടക്കുന്ന കാട്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്താലോ എങ്ങനെ ഉണ്ടാവും? അവിടെ ആയിരുന്നു കേട്ടോ ഒരു കാലത്ത് ഈ പറയുന്ന വീരപ്പൻ്റെ ഗ്യാങ്ങും വീരപ്പനൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യുന്നത് സത്യമംഗലം ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ. ഫോറസ്റ്റ് സോണിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ പൊടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ഓക്കെയാണ്, ഞങ്ങൾ വിട്ടു കേട്ടോ. സംഗതി ഞങ്ങൾ ഇന്ന നാട്ടുകാരാണ്, ലോക്കൽ നമ്മളെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇതിലൂടെ പോകേണ്ട ആവശ്യം വന്നപ്പോൾ ഡീറ്റെയിലും നമ്മുടെ ആധാർ കാർഡ് വരെ എല്ലാം വാങ്ങി വെച്ചു കേട്ടോ. പക്ഷേ കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾ പൊക്കോളി എന്ന് പറഞ്ഞു. പക്ഷേ ലോക്കൽ ഒരാൾ അറിയുന്ന ഒരു പേര് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വിട്ടത്. അല്ലാതെ ഈ റോഡിലൂടെ പബ്ലിക് യാത്ര ചെയ്യാൻ അലൗഡ് അല്ല കേട്ടോ. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇങ്ങനത്തെ റോഡുകളൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇതുവരെ ആരും കാണിക്കാത്ത സ്ഥലങ്ങളാണ്. നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് എടുക്കാനുള്ള കാരണം നമ്മുടെ വീഡിയോസൊക്കെ പുതിയ കഥകളായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്റെ കൂടെ വന്ന സുഹൃത്തിന് ഓൾറെഡി ഈ വഴി അറിയാവുന്നതും പിന്നെ ഈ ലോക്കൽ ഇവിടെ പിടിപാടുള്ളത് കൊണ്ടാട്ടോ ഈ പോകുന്നത്. പേടിക്കാത്ത മനുഷ്യൻ വരെ ചിലപ്പോൾ പേടിച്ചു പോകട്ടോ ഫ്രണ്ട്സ്. ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ലൈഫ് ത്രെഡിങ് എന്ന് പറയുന്ന ഒരു വാർത്ത ഉണ്ടല്ലോ, അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നാട്ടോ പഠിച്ചത്. എൻ്റെ പൊന്ന്, ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ പോകുമ്പോൾ എൻ്റെ ജീവൻ കൈ പിടിച്ചിട്ടാണ് ഞാൻ പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഇവൻ ബൈക്ക് ഓടിക്കുന്നു, ഞാൻ ബാക്കിലിരുന്ന് എനിക്കായിരുന്നു പേടി ഇത്തിരി കൂടുതൽ. സംഗതി എപ്പോഴാണ് ഒരു കടുവ മേത്തേക്ക് വന്ന് ചാടുക എന്ന് പറയാൻ പറ്റില്ല എന്നായിരുന്നു. കാരണം ഇത് കടുവകൾ ഇടയ്ക്ക് സൈറ്റിങ് ചെയ്യുന്ന ഒരു സ്പോട്ട് തന്നെയാണെന്നാണ് കേട്ടോ ഞങ്ങളോട് പറഞ്ഞത്.
ഈ കാടും നിലമ്പൂരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് വീരപ്പനാണ്. വീരപ്പൻ പണ്ട് കാലങ്ങളിൽ ഈ ആനക്കൊമ്പും ചന്ദന മരങ്ങളും ഒക്കെ കടത്തിയിരുന്നില്ലേ, അത് മോസ്റ്റ് ഓഫ് നമ്മളുടെ നിലമ്പൂർ ഉണ്ടല്ലോ, മലപ്പുറം ജില്ലയിൽ അങ്ങോട്ടായിരുന്നു കേട്ടോ കൂടുതലും കടത്തിയിരുന്നത്. പക്ഷേ ഈ സെറ്റിൽമെന്റ് ഒന്നും എനിക്ക് കൂടുതൽ വീഡിയോയിൽ കാണിക്കാൻ പാടില്ല, എന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു ഒന്നും കാണിക്കരുതെന്ന് കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷേ ഈ ഫോറസ്റ്റ് റോഡ് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ചന്ദന മരങ്ങളും വളരെയധികം ഇവിടെ കൂടുതലാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടോ. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളൊന്നും ഡീപ്പായിട്ട് പോയിട്ടായിരിക്കും, കോർ സോണിലൊക്കെ ആയിരിക്കും. ഞാൻ യാത്ര ചെയ്യുന്ന കോർ സോണാണ്. പക്ഷെ ഒരു ഡാർ റോഡ് കാണുമ്പോൾ ഇവിടെ പല ആൾക്കാരും ചോദിക്കുന്നത് ഇതാണ്, എടാ കാട്ടിലൂടെ ഒക്കെ ഇങ്ങനെ ഡാർ റോഡോന്നൊക്കെ. സംഗതി ഈ ഡാർ റോഡ് ഇപ്പോൾ റീസെന്റ് വന്നതാണ് കേട്ടോ. ഒരു കാലത്ത് വീരപ്പൻ വേട്ടയാടി കൊണ്ടിരുന്ന കാലഘട്ടത്തിലൊന്നും ഇവിടെ ഡാർ റോഡായിരുന്നില്ല. വീരപ്പൻ ചന്ദനമരവും ഈ ആനയുടെ കൊമ്പുകളൊക്കെ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെ ഗ്രൂപ്പ് തന്നെ നിർമ്മിച്ച ഒരു മൺറോഡായിരുന്നു ഇതൊക്കെ. പിന്നെ വീരപ്പനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇതിലൂടെയുള്ള ആളുടെ ആക്ടിവിറ്റി വളരെയധികം കൂടുതൽ, പിന്നെ വീരപ്പനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ റോഡിനെ ഇവർ യൂസ് ചെയ്തു. ആര്? പോലീസ് ഡിപ്പാർട്ട്മെന്റും ആർമി ഡിപ്പാർട്ട്മെന്റും. പക്ഷെ എന്തുകൊണ്ടാണ് രണ്ട് ഡിപ്പാർട്ട്മെന്റും വീരപ്പനെ പിടിക്കാൻ പറ്റില്ല എന്നുള്ളത് ഈ കാട് കയറിയപ്പോഴാട്ടോ മനസ്സിലായത്. അപ്പൊ ഈ റീസെന്റ് വന്ന ടാർ റോഡാണ് കേട്ടോ ഇതൊക്കെ. പണ്ട് കാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാണുമ്പോൾ തന്നെ ഇത് കാടല്ലാന്ന് കൂട്ടണ്ട. നമ്മുടെ കൂടെ വരുന്ന സുഹൃത്ത് എന്താ പറയണെന്ന് അറിയോ? ഇവിടെ കൂടുതലും ആനകൾ ചവിട്ടിയിട്ടാണ് അത്ര മരണം സംഭവിക്കുന്നത്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബന്ദിപ്പൂരോ മുതുമലയോ അങ്ങനത്തെ സ്ഥലങ്ങളല്ല. അവിടുത്തെ ആനകളോ മൃഗങ്ങളോ വണ്ടികൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് അവരത് കണ്ട് ശീലമാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വളരെ റെയറായിട്ട് നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ വണ്ടിയിൽ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ കാട്ടാനേൻ്റെ മുന്നിൽ പെടുമ്പോഴാണ് കൂടുതലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ. അങ്ങനെ 44 ആളുകൾ വരെ ഇവിടെ ആന ചവിട്ടി തന്നെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കേട്ടോ എന്നോട് സുഹൃത്ത് പറഞ്ഞത്. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു റോഡ് തന്നെയാണ്. മുന്നോട്ട് പോകുന്തോറും നല്ല പേടിയുണ്ട് കേട്ടോ. സംഗതി അടർത്തിയായി വരികയാണ് കാടേ. പണ്ടരങ്ങാം ഈ റോട്ടിൽ കൂടെ പോയിട്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പൊട്ടിച്ചാടി. ഇതൊക്കെ ആന വരുന്ന വഴിയാണ് കേട്ടോ. കണ്ടില്ലേ, ആന വരുന്ന വഴിയാണ്. ഒരുപാട് മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ചെറിയൊരു റിവർ കണ്ടായിരുന്നേ. ഇവിടെ ഒരു ആന വന്ന് വെള്ളം കുടിച്ചിട്ട് പോയിട്ടുള്ള ചെറിയ അടയാളമൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ആനയുടെ പിണ്ടം കുറച്ച് പഴയതാണെന്നുള്ളൂ. ഇതുപോലെ റിവർ സൈഡിലാണ് വീരപ്പനും വീരപ്പൻ്റെ ടീമുകളൊക്കെ കൂടുതലും ഈ ഫുഡുകളൊക്കെ വച്ച് ഉണ്ടാക്കി കഴിച്ചു പോവാറ് കേട്ടോ. ഭയങ്കര ഒരു ഡെൻസ് ഫോറസ്റ്റിലാട്ടോ നിൽക്കുന്നത്. ഇവിടെ ആകെ ഒരു സൈലന്റ് ആയിരുന്നു. ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ, വേറെ ഒരു സൗണ്ടും ഇല്ല കേട്ടോ. ഒരു ദിവസം മൊത്തം എടുത്ത വീഡിയോ ആണ് കേട്ടോ. സംഗതി രാവിലെ 11 മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ വൈകിട്ട് 5 to 6 മണീൻ്റെ ഉള്ളിലായിട്ടുണ്ട് കേട്ടോ. ആ നേരമാകുമ്പോൾ തന്നെ ഇതാ നല്ല രീതിയിൽ മഴ വരാൻ തുടങ്ങി. കാട്ടിൻ്റെ ഉള്ളിൽ മഴയത്ത് ഞങ്ങൾ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, വരുന്നവരും ഫോറസ്റ്റിൻ്റെ ഡെൻസിറ്റി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പേടി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് പോകും, ഒരു മനുഷ്യനും വരില്ല. അപ്പോൾ ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ള റോട്ടിലൂടെയാണ് ഈ യാത്ര ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട്സ്. സത്യം പറഞ്ഞാൽ നെഞ്ചു കടന്ന് പെടയുണ്ട്. ആദ്യമായിട്ടാട്ടോ ഒരു ടൈഗർ റിസർവില് ഇങ്ങനെ ബൈക്കിൽ പോകുന്നത്. അത് കടുവയും പുലിയും ആനയുള്ള ഈ കാട്ടിലൂടെ. ഇതൊക്കെ പൊട്ടത്തരത്തിന് അങ്ങേയറ്റാണ്, എനിക്കെന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആദ്യം തന്നെ എന്നോട് വേണ്ട പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് എന്താ അത് കാണണം എന്നുള്ളൊരു കൗതുകം. ദയവായി നിങ്ങൾ ആരും വരരുത്. ഒരു ദിവസം മൊത്തം കാട്ടിൽ ചെലവാക്കിയത് ഇന്നായിരുന്നു, അതായത് ഈ വീഡിയോ എടുക്കണ അന്നായിരുന്നു. സംഗതി രാവിലെ 11 മണിക്ക് എടുക്കാൻ തുടങ്ങിയ വീഡിയോ വൈകിട്ട് 6 മണിയായിട്ടോ. അത് ഞാൻ വെറും 20 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം സീനുകൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടാവും. സംഗതി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലുള്ള ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു റൈഡ് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. ഭയങ്കരം തന്നെയായിരുന്നു. എങ്ങനെയാണ് ഇവിടെയൊക്കെ മനുഷ്യന്മാർ ജീവിക്കണമെന്ന് കാണുമ്പോഴാണ് ഭയങ്കര അത്ഭുതം കേട്ടോ. ഞാൻ ഈ പോകുന്ന ഈ വഴി നിങ്ങൾ കാണുന്നുണ്ടല്ലേ, 2 സൈഡും ഡെൻസ് ഫോറസ്റ്റ് കേട്ടോ. കടുവയും ആനയൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മലവാസി ഗ്രാമങ്ങളുണ്ടല്ലോ, എൻ്റെ പൊന്നോ, എത്ര കണ്ടാലും മടുക്കില്ല കേട്ടോ നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാട്, പിന്നെ ഒരു മലവാസി ഗ്രാമം വരും, ഒരു വില്ലേജ് വരും.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്റർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 40 കിലോമീറ്റർ, അങ്ങനെ മൊത്തം 100-110 കിലോമീറ്റർ ഞങ്ങൾ കാട്ടിലൂടെയും ഈ മലയുടെ മുകളിലൂടെയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിയിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം മൊത്തം കാട്ടിൽ ചിലവാക്കി കേട്ടോ ഞങ്ങൾ. ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വില്ലേജുകളുണ്ട്, അതായത് ട്രൈബൽസ് വില്ലേജ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വീരപ്പൻ ഈ ചുറ്റുപാടത്തിൽ കൂടുതലും കറങ്ങാനുള്ള കാരണം അത് തന്നെയാണ്. അത് മെയിനായിട്ട് ഈ പോലീസുകാരൊക്കെ തിരഞ്ഞു വരുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് ഇവർ മൂവായി പോവുമല്ലോ. അപ്പോൾ അവിടെയുള്ള ആദിവാസികൾ ഇവർക്ക് അരിയും ഭക്ഷണമൊക്കെ വാങ്ങി കൊടുക്കും. പിന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ ഈ മല മൊത്തം കറങ്ങി നോക്കിട്ടോ ഞങ്ങൾ വീരപ്പൻ ഇതിലൂടെയൊക്കെ പോയിട്ടുണ്ടാവും എന്നുള്ളൊരു ഊഹത്തിലാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആൾക്കാരോടൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞത് കൊണ്ടാട്ടോ ഞാൻ കാണിക്കാത്തത്. എൻ്റെ മനസ്സിൽ വേറൊരു ചിന്തയും കൂടി മൂടുണ്ടായിരുന്നു, എപ്പോഴാണ് ഒരു കടുവ നമ്മളുടെ മുന്നിലേക്ക് വന്ന് ചാടുക എന്നുള്ളത്. അത് ഈ റോട്ടിലൂടെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മനസ്സ് ചിന്തിച്ച് തുടങ്ങിക്കോളും. 5 മണിക്കെല്ലാം നമ്മൾ കുണ്ടറി ക്രാസ് ആയിരുന്നോ? രാമപുരം ഈ മാക്കമ്പാളയം പോകുന്ന വഴി മാത്രമല്ല കേട്ടോ കാട്ടുവഴി. ഞാൻ പോകുന്നത് 100-ൽ 10% മാത്രമേ ഉള്ളൂ. ബാക്കി 90% ഇനിയുണ്ട് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ. ഈ മാക്കമ്പാളയം പോയിട്ട് നേരെ ദിമ്പം വഴി ചുരം ഇറങ്ങാനാണ് പ്ലാന്, പക്ഷെ അത് നടന്നിരുന്നില്ല. അപ്പോൾ ദിമ്പത്തിൽ തന്നെ നമ്മളൊരു അടിപൊളി കാട്ടിനുള്ള സ്റ്റേ കൂടെ ചെയ്യുന്നുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം കേട്ടോ. കുറച്ച് ദൂരം മഴ ഉണ്ടാവും, കുറച്ച് ദൂരം മഴ ഉണ്ടാവില്ല. വീണ്ടും മഴ തുടങ്ങിട്ടോ. നനഞ്ഞിട്ട് തന്നെയാണ് ഓടിച്ചിരുന്നത് ബൈക്ക്. പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ വിറയ്ക്കാൻ തുടങ്ങിട്ടോ. നല്ല തണുപ്പായിരുന്നേ ഇവിടെ. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാലേ ഇതാണ് അഡ്വഞ്ചർ. ഒരു 1.5 ടൈഗർ റിസർവിലൂടെ ബൈക്കിൽ ഇങ്ങനെ കൊടും കാട്ടിലൂടെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടല്ലോ, ഇതാണ് അഡ്വഞ്ചർ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് പൊട്ടത്തരാന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഈ മഴ ഇപ്പോൾ ഇവിടെ ഒരു പാറ കണ്ടപ്പോൾ ഇങ്ങനെ നിന്നതാ. പിന്നെ അരിപ്പോയില്ലമ്മ, നനഞ്ഞിട്ടേ പോയില്ലമ്മ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നനഞ്ഞിട്ട് തന്നെ പോകാനുള്ള തീരുമാനമാണ്. വേറെ നിവൃത്തിയില്ല കേട്ടോ. അതിന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കടുവൻ്റെ തീറ്റാവും ഞങ്ങൾ. മഴ ഇവിടെ കടുവ ആന വരുമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. മഴ കാരണം ഫ്രണ്ട്സ് ഞങ്ങൾ ഒരു 50 കിലോമീറ്ററെങ്കിലും വീഡിയോ ചെയ്യാതെ വന്നിട്ടുണ്ടാവും കേട്ടോ. അതിന് കാരണം എന്ന് പറയുന്നത് മഴ തന്നെയാണ്. നല്ല അടർത്തി മഴയായതുകൊണ്ട് ക്യാമറയും ഫോണൊക്കെ ഞങ്ങൾ ബാഗിൽ വെച്ച് കവറിലൊക്കെ ചുറ്റി പൊത്തി പിടിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അവിടെ ആ നേരത്ത് കണ്ട കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിരുന്നു. അത് ക്യാമറയിൽ പകർത്തിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമം നല്ലോണ്ട് കേട്ടോ. ഈ മലവാസികൾ എന്ന് നമ്മൾ പറയണ്ടല്ലോ, അവരൊക്കെ കൃഷി ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങൾ ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു. ഈ മാനത്ത് മുട്ടി നിൽക്കുന്ന പോലെ ഹൈറ്റിലേക്കാണ് അവർ കൃഷി ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ വരെ ഒരു 90 കിലോമീറ്ററെങ്കിലും ഞങ്ങൾ ഓടിയിട്ടുണ്ടാവും. ഇനിയും പോകണം 10-20 കിലോമീറ്റർ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ മഴ കമ്മിയായപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ. എൻ്റെ വലത്തെ ഭാഗത്ത് കണ്ടോ ഒരു ചെറിയ അമ്പലം. ഇത് ഈ മലവാസികൾ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ അമ്പലമാണ് കേട്ടോ. അവിടെ കുറച്ച് പശുക്കളൊക്കെ ഉണ്ടാവേ. ഇതുണ്ടോ ഒരു വില്ലേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അടുത്ത വില്ലേജ് പോകുമ്പോൾ ഇതുപോലെ കാട് കടന്നിട്ട് വേണം പോകാൻ. എത്ര തവണ കാട് കയറിയാലും മതിയാവില്ല കേട്ടോ. പക്ഷെ ഇന്ന് മതി എന്നുള്ളൊരു തോന്നലായി. കാരണം ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ല, ഒരു കട കണ്ടിട്ടില്ല. എപ്പോഴാണ് ഒരു കട കാണാന്നുള്ളൊരു ചിന്തയായി ഞങ്ങൾക്ക് ലാസ്റ്റ്. ഇതാട്ടോ വീണ്ടും മല കയറുകയാണ്. പിന്നെ അവിടെ കുറച്ച് ഗ്രാമങ്ങൾ വരും. പിന്നെ ശേഷം വീണ്ടും മല കയറണം. പിന്നെ ഇതുപോലെ കാട്ടുപാലിനുള്ളിലേക്ക് എൻ്റർ ചെയ്യണം. ഇതന്നെയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് നോണയൊന്നല്ല, 100-110 കിലോമീറ്റർ ഞങ്ങൾ കാട്ടിലൂടെ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് കാരണമാണ് എനിക്ക് തോന്നുന്നത് വീരപ്പനെ പിടിക്കാൻ കിട്ടാഞ്ഞെന്നുള്ളത്. ഒരു മലവാസി ഗ്രാമത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ദൂരത്തുനിന്ന് തന്നെ അവിടെ കുറച്ച് വീടുകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെയാണ് ഈ റോഡ് മൊത്തം. അപ്പോൾ ഈ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നല്ല നനഞ്ഞു കുളിച്ചു ഞങ്ങൾ. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ മലയൂർ മമ്പാട്ടിയാൻ്റെ കഥ വേണമെന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. അത് തനിയൊരു എപ്പിസോഡായിട്ട് ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റിൽ പറയണം കേട്ടോ. എങ്ങനെയൊക്കെ തട്ടി മുട്ടി രാത്രി ആയിട്ടോ ഞങ്ങൾ ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. രാത്രി ഞങ്ങൾ എങ്ങനെയെങ്കിലും ദിമ്പത്തിൽ സ്റ്റേ ചെയ്തിട്ട് പോകാമെന്നുള്ള തീരുമാനമാണ്. കാരണം ഈ അവസ്ഥയിൽ യാത്ര ചെയ്യുന്നത് ഇനി അത്ര സേഫ് അല്ല. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.